നമ്മളെല്ലാവരും നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഇത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 1 TB ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 5500 രൂപ റേഞ്ച് വരും. നമുക്കൊരു 1 TB ഹാർഡ് ഡിസ്ക് നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് ലാപ്ടോപ്പിനകത്തും സിസ്റ്റത്തിനകത്തും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. പക്ഷേ ഇതിൻ്റെ റൈറ്റിങ്ങും റീഡിങ്ങും സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഏകദേശം ഒരു 250 MBPS തൊട്ട് ഒരു 400-500 MBPS വരെയാണ് മാക്സിമം നമുക്ക് ഇതിനകത്ത് സ്പീഡ് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനുള്ള സ്പീഡ്. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പം ഇത് കുറച്ചും കൂടെ പഴയ മോഡലാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പുത്തന് കുറച്ച് ടെക്നോളജീസ് വന്നു. SSDs എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടെക്നോളജീസ് വന്നു. ഇതിൻ്റെ കൂട്ടൊക്കെ തന്നെയുള്ള SSDs വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഡെവലപ്പ് ആയി കഴിയുമ്പോൾ NVMe ഹാർഡ് ഡിസ്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് അല്ലത് യഥാർത്ഥത്തിൽ ഒരു ചിപ്പാണ്. അതുകൊണ്ട് ഇതാണ് ആ ചിപ്പ്, ഇതാണ് മറ്റേത് NVMe എന്ന് പറയും. ഇത് WD എന്ന് പറഞ്ഞ കമ്പനിയുടെ NVMe ചിപ്പാണിത് കേട്ടോ. ഇത് നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് ഡയറക്റ്റ് നമ്മൾ മദർ ബോർഡൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചിപ്പാണ്. ഇതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ചിപ്പിനാണെങ്കിൽ ഏകദേശം ഒരു 3500 MBPS റൈറ്റിങ്ങും റീഡിങ്ങും സ്പീഡ് വരുന്നുണ്ട് ഈ ഒരു ചിപ്പിന്. അതേസമയം നമുക്ക് ഇവിടെ ആണെങ്കിൽ എത്ര 250 മുതൽ 400 MBPS വരുന്നുള്ളൂ. ആ സ്ഥാനത്താണ് 3000-3500 MBPS വരുന്നത് ഈ ചിപ്പിന് വരുന്നത്. പക്ഷേ ഈ ചിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5500 രൂപയാണ് ഇപ്പോഴത്തെ ഒരു ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5500 രൂപ 6000 രൂപയ്ക്കുള്ളിൽ വരും. ഇതിനും ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ് വരുന്നത്. 1 TB ആണ് രണ്ടും. ഒരു 5500 രൂപ 6000 രൂപ ഇതിനും വരുന്നുണ്ട്. ഈ ചിപ്പിനും അത്രയും തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചിപ്പ് നമ്മൾ കൊണ്ടു നടക്കാൻ കുറച്ച് പാടാണ്. കുറേ കാര്യം താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതിനകത്തെ ഡിസ്ക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക് റൈറ്റ് ആയിട്ടാണിത് നമുക്ക് സ്റ്റോറേജ് തരുന്നത്. ഇതാണെങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ പെൻഡ്രൈവിൻ്റെ ഒക്കെ കൂട്ടുള്ള ചിപ്പാണ്. അപ്പം ഇത് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആണ്, നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ തന്നെ നമുക്ക് കമ്പനികൾ ഡയറക്റ്റ് ഈ ചിപ്പ് അല്ലാതെ നമുക്ക് ഇതിൻ്റെ കൂട്ട് ഹാർഡ് ഡിസ്കുകളായിട്ട് തന്നെ വരുന്നുണ്ട്. SSD ഹാർഡ് ഡിസ്ക് എന്ന് പറയും. അപ്പോൾ അതിന് ഈ 1 TB വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15,500 രൂപ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു 1 TB വരുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു 9500 രൂപ തൊട്ട് 15,500 രൂപ റേഞ്ചിനകത്ത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് SSDs. പക്ഷെ അതിന് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1050 MBPS നമുക്ക് ആകെ സ്പീഡ് കിട്ടത്തുള്ളൂ. മറിച്ച് നമുക്ക് ഇതാണെങ്കിൽ 3500 MBPS നമുക്ക് മിനിമം സ്പീഡ് കിട്ടും. ഒരു കുഴപ്പമില്ലാത്ത WDയും ഒത്തിരി കമ്പനികൾ ഇത് ഇറക്കുന്നുണ്ട്. WD ഇറക്കുന്നുണ്ട്, തോഷിബ ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കമ്പനികൾ ഇറക്കുന്നുണ്ട്. അപ്പം സാംസങ് തന്നെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കമ്പനികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കുഴപ്പമില്ലാത്തതാണെങ്കിൽ ഒരു 3500 MBPS ഒക്കെ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് നമുക്ക് മദർ ബോർഡിലൊക്കെ കണക്ട് ചെയ്യാനുള്ള, നമ്മൾ കമ്പ്യൂട്ടറൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഈ മദർ ബോർഡെ കണക്ട് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടു നടക്കാനായിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനാണെങ്കിൽ കുറച്ച് പൈസ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു എൻക്ലോഷർ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു അലൂമിനിയം ബിൽഡ് ആയിട്ടുള്ള ഒരു എൻക്ലോഷറാണ്. അലൂമിനിയം പ്ലാസ്റ്റിക്കുമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുനടന്നു കഴിഞ്ഞുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ സ്പീഡ് വരുന്നത്. എന്നാലും ഇതിന് ഏകദേശം ഒരു വലിയ പ്രൈസ് ഒന്നുമില്ല. ഒരു 800 രൂപ തൊട്ട് ഒരു 1500 രൂപയ്ക്കുള്ളിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. പല കമ്പനികളുടെ, ആമസോണിൻ്റെയും ഒത്തിരി കമ്പനികളുടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒറീക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണിത്. ചൈന ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 2 വർഷത്തിനടുത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഇത് NVMe ആണിത്. അപ്പം ഇതിനകത്ത് 2 വർഷം കൊണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് താനും. എനിക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് മാറ്റുക. ജസ്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങനോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കണക്ട് ചെയ്യണം കേട്ടോ. കണക്ട് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത്രയേ ഉള്ളൂ. നമുക്കിതുകൊണ്ട് C ടൈപ്പ് കേബിൾ വെച്ച് നമുക്കിത് കണക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു സൈഡ് ഇവിടെ ഇതിനകത്ത് വരുന്നത് C ടൈപ്പാണ്. ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് സാധാരണ ഇതും C ടൈപ്പ് ഉള്ള കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് സ്പീഡ് ഭയങ്കര കൂടുതലാണ്. ഏകദേശം ഇത് കോപ്പി ചെയ്യുമ്പോൾ ഒരു 250 MBPS ആണ് നമുക്ക് സ്പീഡ് കിട്ടുന്നതെങ്കിൽ ഇതാണെങ്കിൽ 1000 മേളിൽ സ്പീഡ് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഇപ്പം 3000 MBPS നമ്മൾ പറഞ്ഞെങ്കിലും ഈ എൻക്ലോഷറിൻ്റെ സ്പീഡിനനുസരിച്ച് ഇതിപ്പം 10 GB/s ആണ്. എൻക്ലോഷറിൻ്റെ സ്പീഡിനനുസരിച്ചാണ് നമുക്ക് സ്പീഡ് വരുന്നത്. നമുക്ക് കുറച്ചും കൂടെ പൈസ മുടക്കാനായിട്ട് 3000 രൂപയൊക്കെ മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് 40 GB/s സ്പീഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഏകദേശം ഈ കറക്റ്റ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന NVMeയുടെ അതേ സ്പീഡ് തന്നെ നിൽക്കുന്നു. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പൈസ കുറച്ച് നമുക്ക് ഏറ്റവും സ്പീഡ് കിട്ടാനുള്ള ഒരു മാത്രമാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഇൻബിൽട്ടായിട്ട് ഇതിന് ഒരു വർഷം എൻക്ലോഷറിന് 1 വർഷം വാറണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന നമ്മളിപ്പോൾ ഇട്ട NVMeക്ക് ഏകദേശം 3 വർഷം മുതൽ 5 വർഷം വരെ വാറണ്ടി വരുന്നുണ്ട്.
അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഇപ്പം സാംസങ്ങിൻ്റെ ആണോ സാൻഡിസ്കിൻ്റെ ആണോ നമ്മൾ ഒരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ദേശം ഒരു 1,500 വില വരുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്കൊരു 6,500 രൂപ 7,000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 3,000-3,500 നമുക്ക് അവിടെ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ എൻക്ലോഷർ നമുക്കിപ്പോൾ ഈ പിൻ ഒടിഞ്ഞു പോകും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് സാൻഡിസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കതിന് വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പിന്നൊടിഞ്ഞാൽ ഫിസിക്കൽ ഡാമേജ് ആണ്, നമുക്ക് വാറണ്ടിയോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നമുക്ക് ആ ഡിവൈസ് മൊത്തമായിട്ട് ഒഴിവാക്കാനേ പറ്റത്തുള്ളൂ. മറിച്ച് നമുക്കിങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ എൻക്ലോഷർ മാത്രം അങ്ങോട്ട് അഴിച്ചു മാറ്റുക. ഹാർഡ് ഡിസ്ക് നമ്മുടെ ഡേറ്റ ഒരിക്കലും മിസ്സായി പോകത്തുമില്ല, ഡേറ്റ മിസ്സാവുന്നുമില്ല. നമുക്ക് എൻക്ലോഷർ മാറ്റി അടുത്തൊരു എൻക്ലോഷർ വേറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1000 രൂപയുടെ കാര്യമുള്ളൂ. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ അതേ സ്പീഡിൽ തന്നെ ഇത് പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു ഉപയോഗം ഈ ഒരു ഡിവൈസിനോട് അത്രയും സ്പീഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു 100 GB ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഇതിനകത്ത് പറ്റുന്നു, സമയം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നോക്കുക, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ജസ്റ്റ് 2 എൻക്ലോഷറും ഇതിൻ്റെ കൂട്ടൊരു NBMM വാങ്ങിക്കുക, കണക്ട് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ.